ഇന്ന് നമുക്ക് സ്കൂളിൽ പൊങ്കൽ സെലിബ്രേഷൻസ് ആണ്. പക്ഷെ പരിപാടി മുഴുവിപ്പിക്കുന്നതിന് മുമ്പേ ഞാൻ ബാഗ് പാക്ക് ചെയ്ത് സ്കൂളിൽ നിന്നിറങ്ങി. കാത്തിരുന്ന പൊങ്കൽ ഹോളിഡേയ്സ് അല്ലേ? എത്ര നോക്കിയിരുന്നാലും എങ്ങനെയാണോ കറക്റ്റായിട്ട് ഞാൻ ഈ വെയിലുള്ള സൈഡിൽ തന്നെ വന്നിരിക്കുന്നത്. ഇത്തവണ ഞാൻ നേരത്തെ ഇറങ്ങി ട്രെയിൻ പിടിച്ചു. നീണ്ടു നിന്ന ട്രെയിൻ യാത്രയ്ക്ക് ശേഷം വെളുപ്പാകാലത്ത് നമ്മുടെ ഡെസ്റ്റിനേഷൻ പോയിന്റിലെത്തി. പപ്പ അവിടെ കാത്തു നിൽപ്പുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ പരുമലപ്പള്ളിയിൽ പോയി. വീട്ടിലെത്തി കുളിയും കഴിപ്പും ഒരു ഉറക്കവും കഴിഞ്ഞ് ഞാൻ നേരെ ഇറങ്ങിയത് ഹോസ്പിറ്റലിലോട്ടാണ്. എന്താ ഇവിടെ എന്നാ പറ്റിയത് എന്നൊക്കെയുള്ള എല്ലാ വിശദവിവരങ്ങളും ഞാൻ അടുത്ത വ്ലോഗിൽ പറയാം. ഇപ്പൊ ഹാപ്പി വൈബ്സ് ഉള്ളി. ഹോസ്പിറ്റൽ പരിപാടികളെല്ലാം കഴിഞ്ഞ് ഞാൻ നേരെ സ്മാർട്ടിലേക്കാണ് പോയത്. കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് രാത്രി ഒരു യാത്ര പോകാം. നമ്മുടെ വീടിന്റെ താഴത്തെ പള്ളിയിൽ പെരുന്നാളാണ്. ഇന്നാണ് റാസ. അത് കാണാൻ ഇറങ്ങിയതാ. അപ്പനവിടെ അച്ഛനെ കിട്ടിയപ്പോൾ എനിക്കിവിടെ കൊച്ചുങ്ങളെ കിട്ടി. ഇതാണ് മീവലും ജുവലും, നമ്മുടെ അയൽവാസികൾ. എൻ്റെ അധ്യാപന തന്ത്രങ്ങൾ ഞാൻ ആദ്യം പയറ്റിയത് മീവലിലാണ്. ജുവൽ എൻ്റെ കയ്യിൽ നിന്ന് നൈസായിട്ട് രക്ഷപ്പെട്ടു. കുരിശുമൂട്ടിലെ പ്രാർത്ഥനകളൊക്കെ കഴിഞ്ഞ് റാസ പതിയെ നീങ്ങി തുടങ്ങി. റാസ കണ്ട് ഞങ്ങളും വീട്ടിലോട്ട് മടങ്ങി. എൻ്റെ പള്ളിയിലെ പെരുന്നാളും റാസയും ഒക്കെ ഞാൻ ചെറുതായിട്ട് മിസ് ചെയ്യുന്നുണ്ടോ എന്നൊരു സംശയം. ചെറിയ സംശയമുള്ള കേട്ടോ. ഇതാണ് പള്ളി. ഇവിടെ വരെ അവർ നടന്നു വരും. ഇനി അപ്പൊ എല്ലാവരും കുറച്ച് ചെണ്ടമേളം ആസ്വദിച്ചോളൂ.